എന്താ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ആ 104 ഒന്ന് കണ്ടായിരുന്നു. അവരെ കണ്ടിട്ട് ഞാൻ സംസാരിച്ചു. നമ്മുടെ കാര്യങ്ങൾ പറ്റിപ്പോയി. അതിന് നിങ്ങളെന്താ പറഞ്ഞേ? ഞാൻ എല്ലാ കാര്യവും അവരോട് പറഞ്ഞു. അവര് പോയി പോലീസുകാരോട് പറഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് ഒഴിച്ചു വേണ്ട. ഒന്ന് പാർക്ക് ചെയ്യാൻ പറയാം. മകനുമായിട്ട് ഊട്ടിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴാ വില്യം സാറിന്റെ കോൾ. പിന്നെ ഇവിടുത്തെ ഇഷ്യൂസ് കേട്ടപ്പോ ദാറ്റ് സൗണ്ട്സ് ലൈക്ക് ഫൺ. നോ മാഡം, ഇവിടെ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പക്ഷേ മാഡമെങ്കിലും ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം പ്ലീസ്. ഓക്കെ. ആൻഡ് വൺ മോർ തിങ്, எல்லாருக்கும் தெரிஞ்சிருக்கும் நான் ஒரு சின்ன சஸ்பென்ஷன்ல இருக்கேன். സോ ദെൻ ഇറ്റ് ഷുഡ് ബി കോൺഫിഡൻഷ്യൽ. ഷുവർ മാം. പിന്നെ പ്രിസണർ ആണല്ലേ ഇൻഫോമർ? അതെ. എനിക്ക് അവരെ ഒന്ന് കാണണം. പ്ലീസ് കം. നമുക്ക് വാർഡിലേക്കൊന്ന് പോയി നോക്കിയാലോ? ഇപ്പൊ പോകണ്ട, സത്യനെ അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് പറയാം, എന്നിട്ട് പോവാം. അപ്പൊ പേരെന്തായിരുന്നു? ഗംഗ. സംസാരിക്കില്ല. ഓ അപ്പടിയാ. കേക്കോല്ലോ അല്ലേ? എൻ്റെ പേര് റാണി, മലയാളിയാണ്. പക്ഷേ മധുരയിലാണ് ജനിച്ചതും വളർന്നൊക്കെ. പോലീസ് ഓഫീസറാണ്. ഞാൻ വന്നത് ഗംഗയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മുമ്പ് ഈ രേണുക എന്നോടൊരു കാര്യം പറഞ്ഞു. കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. ഈ പോലീസുകാരെ കറക്കാൻ വേണ്ടി ചിലർ 100-ൽ വിളിച്ച് പല കഥകളും പറയാറുണ്ട്. വെറുതെയാണെന്ന് അറിയാം, എങ്കിലും ഞങ്ങൾ പോലീസുകാർക്ക് അതിൻ്റെ പിറകെ ഓടിയല്ലേ പറ്റൂ. അതുപോലൊരു കഥയാണ് രേണുക എന്നോട് പറഞ്ഞത്. ഈ ഗംഗയുടെ ഹസ്ബൻഡും അച്ഛനും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് ശരിയാണോ? അതിനെക്കുറിച്ച് ഗംഗയ്ക്ക് വല്ലതും അറിയോ? ഞാൻ വെറുതെ ചോദിച്ചാണ്. ഗംഗ പേടിക്കണ്ട. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ ഇറങ്ങട്ടെ. രേണുക ഒരു മിനിറ്റ്. ഇവിടെ ആരും ക്ലീൻ ചെയ്യാറില്ലേ? മിനി, ഒരു നിമിഷം. എന്താ മാഡം? ഞാൻ മിനിയൊന്ന് കാണാൻ വന്നതാ. ചെറിയൊരു ഇൻസ്പെക്ഷൻ. ഞങ്ങൾ രജിസ്റ്റർ ബുക്ക് നോക്കിയപ്പോൾ ഗംഗയുടെ റൂമിൽ മിനിയാണ് കൂടുതൽ തവണ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാം, ഞാനാണ് ഇവിടുത്തെ ഇൻചാർജ്. ഇപ്പൊ സ്പെഷ്യൽ കേസസ് ഒക്കെ ഞാനാണ് അറ്റൻഡ് ചെയ്യാറ്. ഞാൻ വിചാരിച്ചേ ഇവിടെ എല്ലാവർക്കും മിനിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പിന്നെ ഗംഗയെ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് കെയർ ചെയ്യണേ. തീർച്ചയായിട്ടും മാഡം, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ശരി. ശരി. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ.
ബർത്ത്ഡേ ആയിട്ട് ഗംഗയ്ക്ക് മാത്രമേ സ്വീറ്റ്സ് കൊടുക്കത്തുള്ളൂ. പ്രിസനേഴ്സിന് പുറത്തുനിന്നുള്ള ഫുഡ് അലൗഡല്ല. മിനിക്കത് അറിയാലോ അല്ലേ? ഇത് മിനിയുടെ ഇവിടുത്തെ സർവീസ് ബുക്കാണ്. ഇതിൽ മിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ ഇനിയും 4 മാസമുണ്ട് മിനിയുടെ ബർത്ത്ഡേ വരാൻ. മിനി ഡോക്ടർ വന്നു, റൗണ്ട്സിനെ വിളിക്കുന്നുണ്ട്. മിനി ചെല്ല്, ഡ്യൂട്ടി നടക്കട്ടെ. ആ റാണി, അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ പോകുന്നു? ഒരു റുട്ടീൻ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഹക്കീമിന് അയച്ചിട്ടുണ്ട്. മാക്സിമം 1 hour. ഞാൻ സാറിനെ വിളിക്കാം. ഓ ഓക്കെ. ഇവിടെ ശിവൻ, രഘു എന്നീ പേരുകൾ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് മാത്രമേ റൂം കൊടുക്കാറുള്ളൂ. അവർ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. പുറത്തുനിന്ന് ആർക്കും റൂം കൊടുക്കാറില്ല സാർ. ഏയ് ഒന്നുമില്ല, ചായ പിടിക്കാം. മാഡം ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് മേനോന്റെ അഡ്രസ്സിൽ ഇവിടെ ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ട്. അതിന് അഡ്വക്കേറ്റ് മേനോനും ഈ കേസുമായിട്ട് എന്താണ് കണക്ഷൻ? മാഡം മേനോൻ വക്കീലാണ് ഗംഗയുടെ കേസിൽ അപ്പിയർ ചെയ്തത്. അത് ഹക്കീമിന് എങ്ങനെ അറിയാം? അതൊരു സെൻസേഷണൽ കേസ് ആയിരുന്നല്ലേ. ഈ ലോഡ്ജ് എവിടെയാണ്? മാഡം ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റുള്ള ഗോൾഡൻ സ്യൂട്ട്.